കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ 34ാമത് ജില്ലാ സമ്മേളനത്തിനു മുന്നോടിയായി കടുത്തുരുത്തിയിൽ ട്രേഡ് യൂണിയൻ സെമിനാർ സംഘടിപ്പിച്ചു. പെൻഷൻ നയങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ വിവിധ നടപടികൾക്കെതിരെയും തൊഴിലാളി അവകാശങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമാണ് സെമിനാർ സംഘടിപ്പിച്ചത്. മാർച്ച് 25-26 തീയതികളിലാണ് ജില്ലാ സമ്മേളനം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോട്ടയം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കടുത്തുരുത്തിയിൽ ട്രേഡ് യൂണിയൻ സെമിനാർ സംഘടിപ്പിച്ചു. മാർച്ച് 25-26 തീയതികളിൽ ചങ്ങനാശ്ശേരിയിൽ വെച്ചാണ് KSSPU-വിന്റെ 34ാമത് ജില്ലാ സമ്മേളനം. PFRDA നിയമം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇല്ലാതാക്കി NPS-ഉം UPS-ഉം പകരമായി നടപ്പാക്കിയ നടപടികൾ ഉൾപ്പെടെ പെൻഷൻകാരെ ആശങ്കപ്പെടുത്തുന്ന വിവിധ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയും തൊഴിലാളികൾക്കെതിരെയുള്ള നടപടികളും അവരുടെ അവകാശങ്ങൾ റദ്ദാക്കുന്ന പ്രവൃത്തികൾക്കുമെതിരെ പ്രതിഷേധിക്കുന്നതിനും ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനും വേണ്ടിയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കടുത്തുരുത്തി കടപ്പൂരാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ KSFE ചെയർമാൻ K. വരദരാജൻ ഉദ്ഘാടനം ചെയ്തു. KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ KS ജയചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. KTUC പ്രസിഡന്റ് ജോസ് പുത്തൻകാല ആശംസകൾ അറിയിച്ചു. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം MS ചന്ദ്രൻ, സംഘാടക സമിതി കൺവീനർ TK ഗോപി, ജില്ലാ കമ്മിറ്റി അംഗം U ചന്ദ്രശേഖരൻ, ജില്ലാ പ്രസിഡന്റ് ജോസ് തോമസ്, ജില്ലാ സെക്രട്ടറി K. കേശവൻ എന്നിവർ സംസാരിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ ട്രേഡ് യൂണിയൻ സമ്മേളനത്തിൽ നമ്മൾ ഈ ലേബർ കോഡിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പെൻഷനായിട്ടുള്ള നമ്മളെ അത് നേരിട്ടൊന്നും ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ലേബർ കോഡൊന്നും ഇപ്പോൾ നമ്മളെ ഇനിയിപ്പോൾ ബാധിക്കാൻ വലുതായി പോകുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇത് നമ്മുടെ സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ബ്യൂറോ, പിറവം. ഉമ്മി വരാണ്ട് നെക്കിനോട് മിണ്ടില്ല. ശരിക്കും രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.